യെസ്, ഇതവര് തന്നെ. അവിടെ ഇരുന്നോ. ഓ, ബഹുമാനം. എന്തളിയാ നീ എന്തൊക്കെ പറഞ്ഞാലും നീയാണ് ഇന്ന് ലേറ്റ് ആക്കിയേക്കിടുന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നത് വിത്ത് വീഡിയോ അടക്കം. ചക്കര എയർപോർട്ടിൽ ഇറങ്ങി വിളിച്ചോണ്ടിരിക്ക, സണ്ണിയളിയാ എന്താ വരാത്തെ? അതെ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് അങ്കമാലിയിലെത്തി. ഇനി ഇവിടെ നിന്ന് ഇച്ചിരി കൂടിയും ദൂരമുള്ളൂ. മഴ ഇങ്ങനെ ചാറി നിൽക്കണ്ട കേട്ടോ. അപ്പൊ എയർപോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്തി. ഇതൊക്കെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണാറുണ്ടാവൂലേ. ഈ അളിയന്മാര് വന്നു തുടങ്ങിയിട്ട് പിന്നെ ഒട്ടുമിക്ക ദിവസം എയർപോർട്ടിൽ തന്നെയാ കിടപ്പ്. ഇനിയിപ്പോ ഇവരെ കൊണ്ടാക്കാൻ വീണ്ടും വരണം. എന്താണ് നിങ്ങൾ തിരിച്ചു പോണേ? പിന്നെ അപ്പൊ നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കേറണ്. ടെർമിനൽ 3 അറിയില്ല, അങ്ങോട്ട് നേരെ. എയർപോർട്ടിൽ വലിയ ഇറക്കൊന്നും ഇല്ല കേട്ടോ, ഈ നേരമായോണ്ട്. A7 അവനെ കാണാനില്ലല്ലോ. ഇവിടെ സൈഡിലേക്ക് ഒതുക്കണം. A7 തന്നെയല്ലേ അവൻ പറഞ്ഞേ. അതെ, നോക്കട്ടെ അവനെ. അപ്പോഴും ഇവിടെ ഇരുന്ന് ഉറങ്ങാണെന്ന് തോന്നണ. ഹലാളിയാ, വെൽക്കം ടു കേരള. അപ്പൊ അങ്ങനെ അളിയാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കൊറേ വെട്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്തോ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോവാം. ഞാൻ തള്ളാം. വേണ്ടടാ, ഞാൻ തള്ളും. എനിക്ക് ഞാൻ തള്ളും. നല്ല വിശേഷം. ദേ വന്നിരിക്കുന്നു ചേട്ടനും നാത്തൂനും. അതെ, നിങ്ങക്ക് നേരത്തെ വന്നൂടെ? അളിയൻ കഷ്ടപ്പെട്ട് സാധനങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുക. കേറോ, അളിയൻ കഷ്ടപ്പെട്ട് 32 കയറ്റിണ്ട്. അടയോ ലോക്ക് ഇടി. അവിടെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പൊ അങ്ങനെ നമ്മുടെ കല്യാണച്ചക്കൻ വന്നിരിക്കും. അങ്ങനെ കാണാനില്ലല്ലോ. എവിടെയാ? അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ കല്യാണച്ചക്കൻ എത്തി. അപ്പൊ ഇനി കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് തുടങ്ങാൻ പോവാണ് ഞങ്ങൾ, അല്ലേ ജസ്മിനെ? അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ മേളം തുടങ്ങാൻ പോണെന്നാണ് ജാസ്മി പറയണേ. അപ്പൊ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തിരിക്കുകയാണ്. സമയം, ഈ വണ്ടിയിൽ സമയമൊന്നും കാണിക്കില്ലേ? 5:12. ഇവിടെ നിന്നിട്ടാണോ കൂടാരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ? ഇതെന്തോ സംഭവം പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ നമ്മള് വേയൗട്ടിക്ക് പോവാണ്. പിന്നെ എന്തായാലും 10 മിനിറ്റ് കൂടുതൽ നമ്മൾ എയർപോർട്ടിൽ എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എടുത്തിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ എൻട്രൻസിൽ പുറത്തിറക്കുമ്പോ അറിയാം എത്ര മിനിറ്റ് എടുത്തു. അപ്പൊ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിന്റെ പുറത്തേക്ക് കിടക്കാൻ പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ പറഞ്ഞു 10 മിനിറ്റ് ആയിട്ടില്ല. ഇപ്പൊ അറിയാടോ എത്ര മിനിറ്റ് ആയിരുന്നു. ഇപ്പൊ പറയും. ഓ 8 മിനിറ്റ്. ഓ, അപ്പൊ അന്ന് നമ്മുടെ ഇതിലും കൂടുതൽ സമയം എടുത്തു അല്ലേ? 9 മിനിറ്റ്.
8 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ വരണ വഴിക്ക് ഇത് ഉസാർക്കി കട്ടണിന്ന് ചായ കുടിച്ചിട്ട് പോകണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പൊ നമ്മൾ ഉസാർക്കി കട്ടണിലേക്ക് വരാം കേട്ടോ. ജസ്വിയും പരിപ്പോടെയും പഴംപൊരിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട്. അപ്പൊ ജസ്വിനും ജാസ്മിക്കും അപ്പുറൂനുള്ള ചായ ഉണ്ട് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ കുടിക്കല്ലേ, നിങ്ങൾക്ക് ചായ എടുത്ത് പോകാൻ എക്സ്ട്രാ പാൽ ഒഴിച്ചു തരും കേട്ടോ. ഓ സ്പെഷ്യൽ ചായ. എന്നെ ഇവിടെ മുൾമുനയിൽ നിർത്തിയിട്ട് സമൂസയും ചായയും തിന്നു. നീയും തിന്നു വേണ്ട. ഒന്നിട്ടൊക്കെ എങ്ങനെ സാധിക്കണ്ട എങ്ങനെ? എൻ്റെ ഒരു കൺട്രോളിങ് പവർ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സമൂസ പഴംപൊരിയൊന്നും കണ്ട കഴിക്കാതിരിക്കാൻ പറ്റാറില്ല. പക്ഷെ എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, എനിക്ക് കഴിക്കാൻ തോന്നണില്ല. എടാ ഫ്ലൈറ്റിൽ നിന്ന് എന്താ കഴിച്ചേ? അങ്ങനെയൊന്നും പറയല്ലേ, ഓണസദ്യക്ക് ഉണ്ടായിന്ന് പറ. എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല? പച്ചവെള്ളം തന്നില്ല? നീ വന്നാ ഫ്ലൈറ്റ് തന്നെയാണോടാ? സെയിം തന്നെ. ഒന്നും കിട്ടിയില്ല? ഒരു സാൻഡ്വിച്ച് പോലും തന്നില്ല? അല്ല, ഫ്രീ ആയിട്ടൊന്നും തന്നില്ല. ഏതാ എയർ ഇന്ത്യ എക്സ്പ്രസ്സാ? എയർ അറേബ്യ? ഉസാർക്കി കട്ടണിലെ ചായയും കുടിച്ചതേ ഇവിടുന്ന് ഇറങ്ങാൻ പോകാൻ പോണു. ഇവരുടെ ചായ കുടിയാണി തീരണമില്ല. അപ്പം ഞങ്ങൾ ദേ അളിയനെയും കൊണ്ട് വന്ന് ഞങ്ങളുടെ സമ്പാളൂര് പാലത്തിൻ്റെ അവിടെ എത്തി. നമ്മുടെ ചാലക്കുടി പുഴ അങ്ങനെ സുന്ദരമായിട്ട് ഒഴുകുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുക. പാലത്തിൻ്റെ കൂടെ പുഴ കാണിക്കാൻ പറ്റണല്ലോ. അപ്പം എന്തായാലും ഞങ്ങളുടെ സമ്പാളൂർ ഗ്രാമത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമ്പാളൂര് പള്ളി എത്തി. പള്ളിയിൽ കുർബാന നടക്കണം. ഞാൻ എല്ലാ ആഴ്ചയും പോകാറുണ്ട്. അപ്പൊ അങ്ങനെ തിരിച്ച് ഞങ്ങളിതേ നമ്മുടെ നാട്ടിലേക്ക് എത്തി. പഴുക്കര പള്ളി എത്തി. എടാ അതിന്റെ വണ്ടിയുടെ മുന്നിലൊക്കെ ആകെ മൂടിയേക്കണ്. ശേ, ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല രാവിലത്തെ. അങ്ങനെ വീടെത്തിട്ടാ വന്നത്. വീട്ടുകാരും അറിഞ്ഞിട്ടില്ല പോണ്. ഇവിടെ ആരും ഇല്ലാവോ? ജാസ്മിൻ ലൈറ്റ് ഒന്നും ഇടോടി, ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒന്നും ഇടോ. അളിയ ഒന്നും എടുക്കണ്ട, എല്ലാം സണ്ണിയാളിനോടെ ഉള്ളപ്പോ ഒന്നും അറിയണ്ട. ഒന്നും എടുക്കണ്ട. നോക്കി ഞാൻ കൊണ്ടു. അന്തരാടി കെട്ടിപ്പിടിച്ചു ഉമ്മക്കാത്ത ഷൂ. ജസ്മിൻ വന്നപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോടാ. ഇതൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. എന്താ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്? അന്നും ഞാൻ ജസ്മിന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വന്നിരുന്നു. എന്റെ ഡാഡി ഞാൻ കൊണ്ടുപോവാ. ഞാനപ്പോ പോണപ്പേ കണ്ടാ പെട്ടി ഇറക്കിയിട്ട് പോയില്ല. അപ്പൊക്ക് ഡാഡി പറഞ്ഞു പാലും കൊണ്ട് പോയിക്കോളെ. അവിടെ മ്യൂസിക് ഇട്. അയ്യോ തൂക്കിയിട്ടേക്കാണോ? അത് തൂക്കിട്ടേ അളിയൻ എനിക്കായിട്ട് കൊണ്ടുവന്ന വെട്ടി 32 കിലോ അറിയാൻ പോക്കണേ. ഓ എന്താലേ നമ്മുടെ പെട്ടി ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ രാവിലെ തന്നെ ഈ കൊള്ളി വറുത്തതും കട്ടൻ ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പിടുമ്പോ വന്നതിന്റെ സന്തോഷത്തിന്. ഞാൻ എത്ര ദിവസം ഇവിടെ വന്നിട്ട് എനിക്കിവിടെ കൊള്ളി വറുത്ത് കണ്ടിട്ടില്ലല്ലോ. അമ്മതേ കൊള്ളി വറുത്ത് കഴിഞ്ഞപ്പോ അടുത്ത ചക്ക വറുത്ത് കൊണ്ടുവന്നേക്കുന്നു. അപ്പൊ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് കൂടെ വന്നിരുന്നല്ലോ. അപ്പൊ ഇത് കണ്ടില്ലല്ലോ. ആരും പറഞ്ഞു മിഞ്ഞാന്ന് ഞാൻ വന്നിട്ടുണ്ടായി.
ഞാൻ വന്നിട്ടുണ്ടായി മിഞ്ഞാന്നൊക്കെ അവിടെ ആടി ഉണ്ടായില്ല ഉള്ളു. ഞാൻ അവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇത് വറുത്തതിന് ശേഷം പല പ്രാവശ്യം വന്നിട്ടുണ്ടായി. എന്നിട്ട് അമ്മ എനിക്ക് തരാണ്ട് കല്യാണ ചെക്കന് വേണ്ടി മാത്രം മാറ്റി വെച്ച ചക്ക വറുത്ത്. ഇത് തണുത്തിരിക്കണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്. നിനക്ക് തന്നില്ല? അത്ര ഞാൻ പറഞ്ഞ ഇത് കല്യാണ ചെക്കന് വേണ്ടി അമ്മ സ്പെഷ്യൽ വറുത്ത് വെച്ചാ. നിനക്ക് തന്നിണ്ടായി അവിടെ മനു? നിനക്ക് തന്നിണ്ടായി ഇത് ചക്ക വറുത്ത്? കണ്ട ആ കൊച്ചിന് പോലും കൊടുത്തിട്ടില്ല. കിട്ടിയാ? നിനക്ക് കിട്ടിണ്ട അതിന് മുമ്പ്? തന്നിണ്ടായില്ല. അവൾക്ക് കൊടുത്തു. എന്തായാലും എനിക്കും ഇമ്മാനുവലിനും ജസ്വിനും കിട്ടിയിട്ടില്ല. ഇപ്പൊ അത് കാര്യമില്ല. 2-3 ആഴ്ചയായി വറുത്തിട്ട്. സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. നീ വറക്കാൻ കൂടി ഉണ്ടായിരുന്നോ? അതിലിപ്പോ അമ്മ എടുത്ത് വെക്കാൻ വേണ്ടി നീ വന്നാ കൊതി വെറ്റാണ്ടിക്ക് അങ്ങോട്ട് തന്നേ. ഡയറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഡാഡി. ഞാൻ ഡയറ്റിങ്ങിലാണ്. എനിക്കൊരു 85 കിലോ വരെ എത്തിക്കണം. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ശരിക്കണ്ട എത്തിക്കും. ഒന്നും ചെയ്യില്ല. ഞാൻ ചിക്കൻ എടുത്ത് തിന്നും, ചോറൊന്നുമില്ല. ചിക്കൻ തുറമണി തിന്നോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തിരിച്ചത് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇതാണ്ട് നമ്മുടെ പുതിയ മോഡൽ സ്വിഫ്റ്റ്. പിടിയൊക്കെ മാറി. ആ നീ മുന്നിൽ കയറി. ആ കുഴപ്പമില്ലടി. എവിടെങ്കിലും ഇരുന്നോ? നീ നിന്നെ കെട്ടിയവന്റെ കൂടെ ഇരിക്കടി. അമ്മേ ഇപ്പൊ മാനും ഉണ്ട്, അപ്പടും ഉണ്ട്, ഞാനുണ്ട്. സ്ഥലമുണ്ട്. എനിക്ക് പിന്നെ അധികം സ്ഥലം വേണ്ടല്ലോ. നീ ക്ലാസ്സിൽ പോണല്ലേടാ? സൂതറാ വീടുകൂടി വേണ്ടതായിരുന്നു. ഈ വണ്ടിയിലോ വീടുകൂടി ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ശരിയായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പൊ മിടുവിനെ കാണണം എന്ന് പറഞ്ഞ് അപ്പോഴും ടീമുകളും എന്നുണ്ട്. ആങ്ങളെ കാണുന്ന പെങ്ങൾ. ഞാൻ കുടിച്ചു. ഉസാർക്കി കട്ടൻ. മിടുവിടെ നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പെങ്ങള് തരം തരാ. ഒരെണ്ണം മേടിച്ച് കഴിക്കേ. ഒരെണ്ണം കഴിക്കും. ഒരെണ്ണം കഴിക്കണം. അതിന് ചേച്ചിക്ക് വിഷമോ? വിഷമില്ല. അതൊന്നും വിടും. നീ കറക്റ്റ് എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാര്യമായിട്ട് നീ കറക്റ്റ് എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ. കഴിക്കടാ. ഒരെണ്ണം കഴിക്കേ. എന്റെ കൊച്ചു വന്നേടാ അങ്ങോട്ട്. ഇവൻ കഴിക്കും. അല്ലടി വീടുണ്ടാക്കണത് നൂലപ്പം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അതിന്റെ ഉള്ളിൽ കൂടെ അവരൊരു അല്ല അതിലവളൊരു തേങ്ങാപ്പാലിന്റെ ഒരു സാധനം കൂടി ഉണ്ടാക്കും. നിങ്ങൾ തേങ്ങാപ്പാലിനെ ഉണ്ടാക്കാറ് ആണോ? നിങ്ങൾ ഉണ്ടാക്കണ പോലെ അല്ല വീട് ഉണ്ടാക്കണത് നീ ഒന്ന് കഴിച്ചു നോക്കണം. ഓ പ്രീതിയുടെ കുക്കർ എവിടെ ഉണ്ടേല്? ആ ഇനി കുടുംബകാര്യങ്ങളൊക്കെ നോക്കാനുള്ളതല്ലേ? ശരിയുണ്ടോ? ഇവൻ അങ്ങനത്തെ കാര്യത്തില് ഓക്കെയാണ്. അല്ലടാ ഇവൻ അങ്ങനത്തെ മീൻസ് മിക്സി അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കാണുന്ന കണ്ണിക്കോടെ ആയിക്കില്ല അവൻ നോക്കാം. അല്ല വിടൂ. അല്ലല്ല ഞാൻ നിന്നെ കുറിച്ച് നല്ല പറഞ്ഞ. നമ്മള് കാണുന്ന ഒരു
ഒരു ട്യൂബ് ലൈറ്റ് കുറെ നാളായിട്ട് കുഴപ്പമില്ലാണ്ടിരിക്കുന്നതാണ്. വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നൂലപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാവ് അതിനനുസരിച്ച് കുഴക്കണം, അപ്പൊ പാട് കുറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വീട് തമ്മിലുള്ള വ്യത്യാസം. സൗണ്ട് കേൾക്കണോ? ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ സൗണ്ട് ഉണ്ടാക്കാം. ജസ്മിൻ എന്താ മിണ്ടാണ്ടേക്കണേ? ജസ്മിനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നിട്ടാ ഓക്കെ, ബൈ ബൈ. അപ്പഴോ മാമ എന്താ ആവശ്യം ഉണ്ടെങ്കിലും അപ്പ വിളിക്ക, നമ്പർ അറിയാലോ. വണ്ടിയും ഒരു ഡ്രൈവറും. ഓക്കേടാ. അപ്പൊ അവര് വരവും കഴിഞ്ഞ് പോക്കും കഴിഞ്ഞു. അവരെന്നെ കൊണ്ടാക്കാൻ വന്നാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊച്ചങ്ങളെ എൻ്റെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ പോക്കും കഴിഞ്ഞു, കല്യാണ ചെക്കൻ്റെ വരവും കഴിഞ്ഞു. ഞാൻ കോഴിക്കോട്ടേക്ക് പോട്ടെ.